നമസ്കാരം. ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം. ഇന്ന് പറയാൻ പോകുന്ന പെൺകുട്ടി ആർദ്ര നായർ എന്നാണ് ആ കുട്ടിയുടെ പേര്. ആയില്യം നക്ഷത്രം, 27 വയസ്സ്. ആ കുട്ടിയുടെ ജോബ് എന്ന് പറയുന്നത് ലോയറാണ്. ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിൻ്റെ ഇൻഹൗസ് ലോയറാണ്. അതായത് പ്രൈവറ്റ് പ്രാക്ടീസിങ് അല്ല എന്നർത്ഥം. അതായത് സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യല്ല. ആ കുട്ടി ഒരു കമ്പനിയുടെ ലോയറായിട്ട് വർക്ക് ചെയ്യുകയാണ് ബോംബെ അന്തേരിയിൽ. BA LLB ആണ് ഇവിടെ പാസ്സായിരിക്കുന്നത്. ഡൽഹിയിൽ നിന്നാണ് പാസ്സായിരിക്കുന്നത്. മനോജ് കുമാർ അച്ഛൻ്റെ പേര്, റിട്ടയർഡ് ജനറൽ മാനേജർ ഒരു പ്രൈവറ്റ് കമ്പനിയുടെ. അമ്മ വന്നിട്ട് ബീന മനോജ്, ഒരു റെപ്യൂട്ടഡ് സ്കൂളിലെ, ഡൽഹി ബേസ്ഡ് സ്കൂളിലെ ടീച്ചറാണ്. അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. റെപ്യൂട്ടഡ് നായർ തറവാടാണ്. അവരുടെ തിരുവനന്തപുരത്തുകാരാണ്. ഇവരുടെ ഒരു സിസ്റ്റർ, അതായത് ഈ കുട്ടിയുടെ ഒരു സിസ്റ്റർ വന്നിട്ട് ഡെൻറ്റിസ്റ്റാണ്. അവർ കാനഡയിലാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. മാരീഡ് ആൻഡ് സെറ്റിൽഡ് ആണ്, കാനഡയിലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആർദ്ര നായരെക്കുറിച്ച് പറയാനുള്ളത്. ബോംബെയിലാണ് ഇപ്പോൾ കുട്ടി വർക്ക് ചെയ്യുന്നത്. അവർ തിരുവനന്തപുരം സ്വദേശികളാണ്. പക്ഷേ ഡൽഹിയിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. അമ്മ വർക്ക് ചെയ്യുന്നത്. അച്ഛനും അവിടെ തന്നെ ജനറൽ മാനേജറായിട്ട് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ റിട്ടയർഡ് ആയിരിക്കുന്നു. പ്രൈവറ്റ് കമ്പനിയിൽ നിന്ന് റിട്ടയർഡായിട്ട് ഇരിക്കുന്ന ഒരു സാറാണ്. അപ്പോൾ ആർദ്ര നായരെക്കുറിച്ച് ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ആയില്യം നക്ഷത്രം. ആ കുട്ടിയുടെ ഹൈറ്റ് വന്നിട്ട് 5'4", വെയ്റ്റ് വന്നിട്ട് 63 kg. ഞാൻ ഒരിക്കൽ കൂടെ ആ കുട്ടിയുടെ ഡീറ്റെയിലുകൾ ഞാൻ പറയാം. ആർദ്ര നായർ ബോംബെയിൽ ഒരു പ്രൈവറ്റ് കമ്പനിയുടെ ലോയറായിട്ട് വർക്ക് ചെയ്യുന്നു. അവരൊരു പ്രൊഡക്ഷൻ യൂണിറ്റാണ്. ആ പ്രൊഡക്ഷൻ യൂണിറ്റിൽ ഇൻഹൗസ് പ്രൊഡക്ഷൻ യൂണിറ്റ് അവരുടെ ലോയറായിട്ട് അന്തേരിയിലാണ് വർക്ക് ചെയ്യുന്നത്. അച്ഛനും അമ്മയും ഡൽഹിയിലാണ്. ഒരു സിസ്റ്റർ ഡെൻറ്റിസ്റ്റാണ്. ആ ഡെൻറ്റിസ്റ്റ് ആയിട്ടുള്ള സിസ്റ്റർ കാനഡയിൽ മാരീഡ് ആൻഡ് സെറ്റിൽഡ് ആണ്. ഇവർ തിരുവനന്തപുരം സ്വദേശികളാണ്. അമ്മ തിരുവനന്തപുരം സ്വദേശിയാണ്. അപ്പോൾ ആരൊക്കെയെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ, ഈ കുട്ടിയുടെ ഹൈറ്റ് വന്നിട്ട് ഒരിക്കൽ കൂടെ പറയാം, 5'4" 63 kg വെയ്റ്റ്. അപ്പോൾ ആരൊക്കെയെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വള്ളുവനാട് മാട്രിമോണിയൽ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്തതാണെങ്കിൽ റിന്യൂ ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എല്ലാ വീഡിയോകളിലും പറയുന്ന അതേ കാര്യം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. ഒരു വിവാഹത്തിന് ഇറങ്ങിപ്പുറപ്പെടുന്ന സമയത്ത് ആദ്യം രക്ഷിതാക്കൾ ആർക്കാണോ വിവാഹം നോക്കുന്ന വെച്ചാൽ ആ കുട്ടിയുമായിട്ടൊന്ന് നന്നായിട്ട് സംസാരിക്കുക. ആ കുട്ടിയുമായി നന്നായിട്ട് സംസാരിച്ചതിന് ശേഷം, കുട്ടിയുമായിട്ട് നന്നായിട്ട് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഡിസ്കഷൻ വേണമെന്നാണ് ഞാൻ പറയേണ്ട അർത്ഥം. അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് ഒരു ദിവസം ഇതിനു വേണ്ടി ചിലവഴിക്കുക. അല്ലാതെ അച്ഛൻ ഇവിടെ ഒന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അമ്മ അടുക്കളയിൽ പോയിരിക്കുക, ആ പരിപാടികളും ശരിയാവില്ല. തീർച്ചയായിട്ടും അവർ നന്നായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യണം. എന്താണ് ഈ ഡിസ്കഷൻ പോയിന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കുട്ടിക്ക് ഇന്ന ഹൈറ്റ് വേണമെന്നുണ്ടാവും, ഇന്ന ജോലി വേണമെന്നുണ്ടാവും, ഇന്ന ലൊക്കേഷൻ, ജോബ് ലൊക്കേഷൻ, അതൊക്കെ പലതും താല്പര്യമുണ്ടാവും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധിക്കണം. കാരണം ഇത് നമുക്ക് ഒരിക്കലും
ഇതാക്കാൻ പറ്റുന്നതല്ല. അതായത് എന്തെങ്കിലും പറഞ്ഞിട്ട് ഇങ്ങനെ മതി അങ്ങനെ മതി. കാരണം അച്ഛനും അമ്മയാണ് ആദ്യം കല്യാണം വേണമെന്നങ്ങ് തീരുമാനിച്ചിട്ട് രംഗത്തിറങ്ങുന്നത്. ഇവിടെ എന്താ സംഭവിക്കണമെന്ന് പറഞ്ഞാൽ മക്കളുമായിട്ട് സംസാരിക്കാതെ ഇരിക്കുമ്പോൾ അച്ഛൻ അമ്മ ഏതെങ്കിലും ആൺകുട്ടികളുടെ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ വീട്ടുകാരോട് സംസാരിക്കും. പക്ഷേ ഇവിടെ വന്ന് കുട്ടികൾക്ക് കാട്ടുമ്പോൾ കുട്ടികൾക്ക് താല്പര്യം ഉണ്ടാവില്ല. അത് കൃത്യമായിട്ട് അപ്പോൾ അവരുടെ താല്പര്യം എന്താണ് ഒരു പരിധി വരെയെങ്കിലും നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് നന്നായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. നന്നായിട്ട് സംസാരിക്കുക. അപ്പോൾ നന്നായിട്ടൊരു ഡിസ്കഷൻ വേണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതിനുശേഷം ജാതകം. ഈ ജാതകത്തിലെ കാര്യങ്ങൾ രക്ഷിതാക്കൾ ജ്യോതിഷം അറിയില്ലെങ്കിൽ പണിക്കർ പറയുന്ന കാര്യം മാത്രം പറയാനാണ് ഇരിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ആ സബ്ജക്റ്റ് കഴിയുന്നതും കുറച്ച് സംസാരിക്കുക. പണിക്കർ പലതും പറയും, അതൊക്കെ കേട്ട് നിങ്ങൾ അതിനെടുത്ത് പറയേണ്ട. ഒരു ജ്യോതിഷം അറിയാവുന്ന ആളെ പോലെ നിങ്ങൾ സംസാരിക്കുമ്പോൾ അവിടെ ബുദ്ധിമുട്ടായി മാറും. അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ അവർ തിരിച്ചെന്തെങ്കിലും ചോദിക്കും, അല്ലെങ്കിൽ അവർ പറയും അയ്യോ എന്നാൽ ഞങ്ങൾക്ക് വേണ്ട എന്നൊക്കെ പറയും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏത് പ്രൊഫൈൽ കിട്ടിക്കഴിഞ്ഞാലും പെൺകുട്ടിക്കും അല്ലെങ്കിൽ ആൺകുട്ടിക്കും ഇവർക്കൊക്കെ ഓക്കെ ആണെങ്കിൽ ജ്യോതിഷം തീർച്ചയായിട്ടും അത് പഠിച്ച ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കുക, നോക്കിപ്പിക്കുക, പരിശോധിപ്പിക്കുക. അല്ലാതെ നമ്മളായിട്ട് ഒരു മുൻവിധി നടത്തരുത്. ആ നാൾ ചേരില്ല, ഇത്ര ദോഷമുണ്ട്, അത്ര ദോഷമുണ്ട്, ശുദ്ധജാതകമാണ്, ഇങ്ങനെയൊന്നും പറയേണ്ട ഒരു കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ കടമ്പയും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഓക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കൂട്ടരും ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും വീട്ടുകാർ രണ്ടു പേരും നന്നായിട്ട് സംസാരിക്കുക.